അപ്പൊ തുടങ്ങട്ടെ. ഇന്നത്തെ ടോപ്പിക് ഹൈപ്പർ ആണ്. കേൾക്കുന്നില്ല? ആദ്യം നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്, ഇതില് ഹൈപ്പോതലാമസിന്റെ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്തിട്ട് ആന്റി റിപ്പീറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് TSH തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്ത് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് T3 T4 സെക്രീറ്റ് ചെയ്യും. ഈ T3 T4 കൂടുമ്പോൾ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. അതായത് ആന്റി റിപ്പീറ്ററിന് TSH കുറക്കും, അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് കൊണ്ടുപോയിട്ട് TRH കുറക്കും. അപ്പോ ഹൈപ്പർ തൈറോയിഡിസം രണ്ട് വിധത്തിലുണ്ടാവും. പ്രൈമറിയും സെക്കൻഡറിയും ഉണ്ടാവാം. പ്രൈമറി നോക്കുമ്പോൾ ഈ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണ് പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം. സെക്കൻഡറി ആകുമ്പോൾ പിറ്റ്യൂട്ടറിന്റെ. അപ്പൊ പ്രൈമറി ആകുമ്പോൾ T3 T4 കൂടും. അപ്പോൾ ഇത് ഫീഡ്ബാക്ക് വഴി പിറ്റ്യൂട്ടറിനെ അഫക്ട് ചെയ്ത്, പിറ്റ്യൂട്ടറിക്ക് നോർമൽ ആയിരിക്കുമല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഫീഡ്ബാക്ക് വഴി പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് TSH കുറക്കും. അപ്പൊ പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ TSH കുറവായിരിക്കും, T3 T4 കൂടുതലായിരിക്കും. ഇനി സെക്കൻഡറി ആണെങ്കിൽ പിറ്റ്യൂട്ടറിയിലെ പ്രശ്നം, അപ്പോൾ TSH കൂടുതലായിരിക്കും, അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് തൈറോയ്ഡ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് T3 T4 കൂടുതലായിരിക്കും. അപ്പൊ മൂന്നും കൂടുതലായിരിക്കും സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസത്തിൽ. അനാട്ടമിന് ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ. അനാട്ടമി തൈറോയ്ഡ് ഗ്ലാൻഡിന് രണ്ട് ലോബുണ്ട്, റൈറ്റ് ലെഫ്റ്റ് ലോബ്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇസ്തുമസ് ഉണ്ട്, അത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ അതിന്റെ ഹിസ്റ്റോളജി പറയുമ്പോൾ അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഫോളിക്കിൾസിനെ കൊണ്ടാണ്. അപ്പൊ ഈ ഫോളിക്കിൾസിൽ ഈ ഫോളിക്കുലർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാവും, അതിന്റെ നടുവിലായിട്ട് ഒരു കൊളോയിഡ് ഉണ്ടാവും. ഈ ഫോളിക്കിൾസ് കൂടാണ്ട് തൈറോയിഡിൽ പാരാഫോളിക്കുലർ സെൽസ്, T സെൽസ്, അത് കാൽസിറ്റോണിൻ സെക്രീറ്റ് ചെയ്യും. ഈ ഫോളിക്കിൾസ് നിന്നാണ് T3 T4 സെക്രീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫിസിയോളജി പറയുമ്പോൾ എങ്ങനെയുണ്ടോ, ആദ്യം ഈ അയഡിന്, നമ്മുടെ ഫുഡിൽ നിന്ന് കഴിക്കുന്ന അയഡിന് ഇനോർഗാനിക് മൈനസ് ആയിട്ടാണ് ഉണ്ടാവുക. അത് സോഡിയം അയഡൈഡ് സിംപോർട്ടർ വഴി ഈ ഫോളിക്കിൾ സെൽസ്, ഇത് ഫോളിക്കിൾ സെൽസാ, ഇതിന്റെ പുറത്തുള്ള ഈ ഭാഗം ഈ സെറം അല്ലെങ്കിൽ ബ്ലഡ്, ഇതിനകത്ത് കൊളോയിഡാണ് സെൻട്രലോട്ട്. അപ്പോൾ ഇതിനെ I- സോഡിയം അയഡിൻ സിംപോർട്ടർ വഴി ഈ ഫോളിക്കിൾ സെൽസിലേക്ക് കൊണ്ടുവരും. അതിന് പറയുന്നത് അയഡിൻ ട്രാപ്പിംഗ്, ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തേത് ഈ ട്രാപ്പ് ചെയ്ത അയഡിന് അങ്ങ് കൊളോയിഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ വേറൊരു പ്രോട്ടീൻ ഉണ്ട്, അതാണ് പെൻഡ്രിന്. ഈ പെൻഡ്രിഡ് സിൻഡ്രോം പറഞ്ഞില്ലെന്നല്ലോ, അപ്പൊ അതിൽ അഫക്ട് ചെയ്യുന്ന പ്രോട്ടീൻ ഈ പെൻഡ്രിന്. ഇത് കൊളോയിഡിൽ കൊണ്ടുപോയി I-നെ. അപ്പൊ ഈ I- കൊളോയിഡിലേക്ക് കൊണ്ടുപോയാൽ അവിടെ ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ട് ഒരു എൻസൈം ഉണ്ട്, അത് തൈറോയിഡ് പെറോക്സിഡേസ് എന്ന് പറയും. ഈ തൈറോയിഡ് പെറോക്സിഡേസ് ഈ I- ഓക്സിഡൈസ് ചെയ്തിട്ട് I+ ആക്കും. ഈ I+ അല്ലെങ്കിൽ ഹൈപ്പോഹൈഡ്രോസ് ആസിഡ് അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഹൈപ്പോഹൈഡ്രോണിയം, അങ്ങനെ തന്നെ. ഈ ജസ്റ്റ് I- ഓക്സിഡൈസ് ചെയ്യുന്ന ഓർമ്മിച്ചായി, ഓക്സിഡൈസ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ ഓക്സിഡൈസ് ചെയ്ത അയഡിന് I+ ഈ ഗ്ലോബിനില്ല തൈറോസിൻ റെസിഡുവായിട്ട് കൂടി ചേർന്നിട്ട് മോണോ ഐഡോ തൈറോണിനും ഡൈ ഐഡോ തൈറോണിനാവും. ഇതിന് പറയുന്ന പേരാണ് അയഡിനേഷൻ. ഈ സ്റ്റെപ്പും ഈ കാറ്റലൈസ് ചെയ്യുന്ന ഈ എൻസൈം തന്നെയാണ്, അതായത് തൈറോയിഡ് പെറോക്സിഡേസ് തന്നെയാണ്. ഈ മോണോ ഐഡോ തൈറോണിനും ഡൈ ഐഡോ തൈറോണിനും പിന്നെ കപ്ലിംഗ് റിയാക്ഷൻ, അതായത് ഒരു മോണോ ഐഡോ തൈറോണിനും ഒരു ഡൈ ഐഡോ തൈറോണിനും കൂടി ചേർന്നിട്ട് T3യും രണ്ട് ഡൈ ഐഡോ തൈറോണിനും ചേർന്നിട്ട് T4 ഉണ്ടാവും. ഇതാണ് കപ്ലിംഗ് റിയാക്ഷൻ. എന്നിട്ട് T3 T4 ഉണ്ടായിട്ട് ഇതൊന്നിക്കുണ്ടെങ്കിൽ ഈ കൊളോയിഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ ഇത് എൻഡോളിസിസ് ചെയ്തിട്ട് ഫോളിക്കുലർ സെൽസിൽ പിന്നെയും ചെല്ലും. ഈ എൻഡോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലൈസോസോം ആയിട്ടാണ് ഉണ്ടാവുക. ഈ ലൈസോസോം പ്രോട്ടിയോലൈസിസ് ചെയ്തിട്ട് T3 T4 ആവും. അവിടെയോ മോണോയിഡ് തൈറിൻ ഡൈഡോ തൈറിൻ ഉണ്ടാവും, അതൊക്കെ ഡിഹൈഡ്രേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിക്കോളും. ഈ T3 T4 പിന്നെ സെക്രീറ്റ് ചെയ്യും. ഈ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ T3 ആണ് ആക്റ്റീവ് ഫോം, T4 ഇനാക്റ്റീവാ. ഈ T4 ട്രാൻസ്പോർട്ടിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഈ പ്ലാസ്മയിലെ പ്രോട്ടീൻ ആയിട്ട് കൂടുതലായിട്ട് ബൈൻഡ് ചെയ്യുന്നത് T4 ആണ്, T3 അത്ര ബൈൻഡ് ചെയ്യത്തില്ല. ഈ T4 പെരിഫറൽ ഡിഹൈഡ്രേഷൻ ആയിട്ട് T3 ആവും. പെരിഫറൽ ഡിഹൈഡ്രേറ്റ് ചെയ്ത് T3 ആണല്ലോ ആക്റ്റീവ് ഫോം. ഇങ്ങനെയാണ് ഇതിന്റെ സിന്തസിസ്. ഈ 5-6 സ്റ്റെപ്പ് എന്ന് ഓർമ്മിച്ച് വെച്ചോ: ട്രാപ്പിംഗ്, ഓക്സിഡേഷൻ, അയഡിനേഷൻ, കപ്ലിംഗ്, പിന്നെ അതിന്റെ സെക്രീഷന്, പിന്നെ പെരിഫറൽ ഡിഹൈഡ്രേഷൻ. T4 3 ആക്കുന്നത്. പിന്നെ ഇതാണ് അതിന്റെ ഫിസിയോളജി. അതായത് ഏകദേശം എല്ലാ സെല്ലിലും ഈ തൈറോയിഡ് ഹോർമോൺ ആക്ഷൻ ഉണ്ട്. ഇതിന്റെ റിസപ്റ്റർ എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയസിനകത്താ. ഒരു തൈറോയിഡ് ആകുമ്പോൾ നേരെ T3 അയച്ചെന്ന്, അല്ലെങ്കിൽ T4 പെരിഫറൽ ഡിഹൈഡ്രേഷൻ വഴി T3 ആയിട്ട്
ഈ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ജീനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് റിസപ്റ്ററിൽ തൈറോയ്ഡ് ഹോർമോൺ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. എന്നിട്ട് mRNA ഉണ്ടാക്കിയിട്ട് ഡിഫറെന്റ് പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഫങ്ഷൻസ് ഉണ്ടാവും. മെയിനായിട്ട് അഫക്ട് ചെയ്യുന്ന വെച്ചാൽ മെറ്റബോളിസത്തിലാണ്. ഇത് മൈറ്റോകോൺട്രിയന്റെ എണ്ണം കൂട്ടും, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയന്റെ ഫംഗ്ഷനും കൂട്ടും. മൈറ്റോകോൺട്രിയ നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദി സെല്ലാണ്. ATP പ്രൊഡക്ഷൻ കൂട്ടും. ATP പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്തുള്ള മെറ്റാബോളിസം മൊത്തം കൂടും. അതായത് Na+K+ ATPസിന്റെ ആക്ടിവിറ്റി കൂടും. Na+ പുറത്തോട്ട് K+ അകത്തോട്ടും കൂടുതലായിട്ട് വരും. പിന്നെ ഓക്സിജൻ കൺസംപ്ഷൻ കൂടും. കാരണം മെറ്റാബോളിസം കൂടാണല്ലോ, അപ്പൊ ഓക്സിജൻ കൺസംപ്ഷൻ കൂടും. ഓക്സിജൻ കൺസംപ്ഷൻ കൂടുന്നതുകൊണ്ട് അവിടെ ബ്ലഡ് ഫ്ലോന്റെ അളവ് കൂടണം. അപ്പൊ പെരിഫറൽ ആയിട്ടുള്ള എല്ലാ വെസൽസും വാസോ ഡയലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ട് കൂടുതലായിട്ട് ബീറ്റ് ചെയ്യും. ഹാർട്ട് റേറ്റും അതുപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് എല്ലാം കൂടേണ്ടി വരും ഓക്സിജൻ കൺസംപ്ഷൻ കൂടുന്നുണ്ട്. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ ഹൈപ്പർഗ്ലൈസിമിക്ക, അതായത് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ കൂട്ടും, ഗ്ലൂക്കോനിയോജനിസിസ് കൂട്ടും, ഗ്ലൈക്കോജിനോളിസിസും കൂട്ടും. പിന്നെ അപ്പോൾ ഇത് സെക്കൻഡറി ആയിട്ട് ഇൻസുലിന്റെ സെക്രീഷനും കൂട്ടുന്നുണ്ട്. ഹൈപ്പർഗ്ലൈസിമിക് ആയതുകൊണ്ട് ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്, സെക്കൻഡറി ആയിട്ട് ഇൻസുലിനും കൂട്ടും. അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലിപ്പിഡ് മെറ്റബോളിസത്തിലാണെങ്കിൽ ലിപ്പോളൈസിസ് കൂട്ടും, അന്നേരം കൊളസ്ട്രോളിന്റെ ഒക്കെ സിന്തസിസ് കുറക്കും. പിന്നെ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടും. ചില പ്രോട്ടീൻ സിന്തസിസ് കൂട്ടുന്നു പറയുന്നുണ്ട്. അനബോളിക് ആയിട്ട് ചില പ്രോട്ടീനൊക്കെ ഡീഗ്രഡേഷനും കൂട്ടുന്നുണ്ട്. ചില മസിൽസിന്റെ ഒക്കെ പ്രോട്ടീന്റെ ഡീഗ്രഡേഷൻ കൂട്ടിയിട്ട് പ്രോക്സിൽ മയോപ്പതി ഉണ്ടാക്കുന്നുള്ള പറയുന്നുണ്ട്. എന്താ സംഭവം എനിക്കറിയില്ല. പിന്നെ ബേസൽ മെറ്റബോളിക് റേറ്റും കൂട്ടും. പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ ഇത് ആൽഫ അഡ്രിനർജിക് റിസപ്റ്ററിൽ പോയിട്ട് ഈ ഹാർട്ട് റേറ്റ് കൂട്ടും, അതുപോലെ തന്നെ കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും, ഫോഴ്സ് ഓഫ് കോൺട്രാക്ഷൻ കൂട്ടിയിട്ട് സ്ട്രോക്ക് വോളിയം കൂട്ടിയിട്ട് കാർഡിയാക് ഔട്ട്പുട്ട് മൊത്തത്തിൽ കൂട്ടും. പിന്നെ ഇത് പ്രഷർ കൂട്ടും, ഹൈപ്പർ ടെൻസീവ. പിന്നെ ഇത് ഓക്സിജൻ കൺസംപ്ഷൻ കൂടുതലുള്ളതുകൊണ്ട് റെസ്പിറേഷന്റെ ഡെപ്തും കൂട്ടും, അതുപോലെ റെസ്പിറേഷന്റെ റേറ്റും കൂട്ടും. CNS മൊത്തമായിട്ട് ഇത് ഒരു എക്സൈറ്റേറ്ററി ആക്ഷൻ ആണ്, ആങ്സിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമാണ്. പിന്നെ ഗ്രോത്തിലാണെങ്കിൽ ഇത് ഗ്രോത്തിന്റെ ആക്ഷൻ കൂട്ടും. പക്ഷേങ്കിൽ ഈ ബോൺ ഗ്രോത്ത് ഒക്കെ കൂട്ടുമെങ്കിലും ഈ എപ്പിഫേഷ്യൽ മെച്ചുറേഷൻ പെട്ടെന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് എപ്പിഫേഷ്യൽ മെച്ചുർ ചെയ്താൽ പിന്നെ അതിന്റെ നീളം വെക്കില്ലല്ലോ, അപ്പോ ലെങ്ത് മൊത്തത്തിൽ കുറയുക ചെയ്യുക. ബോൺ ഗ്രോത്ത് ആക്ച്വലായിട്ട് ചെയ്യുമെങ്കിലും എപ്പിഫേഷ്യൽ മെച്ചുറേഷൻ പെട്ടെന്ന് ഉണ്ടാകുന്നത് കൊണ്ട് മൊത്തത്തിലുള്ള ലെങ്ത് കുറവായിരിക്കും. പിന്നെ ഒരുപാട് വേറെ അതൊരു സിംറ്റംസ് ഉണ്ട്. അതായത് GIT ആക്ട് ചെയ്തിട്ട് ഗാസ്ട്രിക് മോട്ടിലിറ്റിയും കൂട്ടും, അതുപോലെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്തിട്ട് ഒലിഗോമെനറി അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും. പിന്നെ സ്കൾട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഉണ്ടാകും. ബാക്കിയൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ മൊത്തം പറഞ്ഞത്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം തൈറോടോക്സിക്കോസിസിനാണ് രണ്ട് ടേം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വെച്ചാൽ ജസ്റ്റ് T3 T4 കൂടുന്നതാണ്. അതായത് സിന്തസിസ് സെക്രീഷൻ T3 T4 കൂടും തൈറോയ്ഡ് ഗ്ലാൻഡിന്. ഈ തൈറോടോക്സിക്കോസിസ് എന്ന് വെച്ചാൽ അതിന്റെ ക്ലിനിക്കൽ സിൻഡ്രോം ആണ്. അതിന്റെ സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ തൈറോടോക്സിക്കോസിസ് എന്ന് പറയും. ജസ്റ്റ് T3 T4 കൂടുന്നതാണെങ്കിൽ അതിന് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. പിന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കോസസ്, ഇതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോസ് ഗ്രേവ്സ് ഡിസീസ് ആണ്. 76% ഗ്രേവ്സ് ഡിസീസാണ്. കൂടുതൽ ഫീമെയിലിനാണ് വരുന്നത്. അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്. അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ വരുന്നത് മൾട്ടി നോഡുലാർ ഗോയിറ്ററും സോളിറ്ററി തൈറോയ്ഡ് അഡിനോമിയ. ഗോയിറ്റർ എന്ന് വെച്ചാൽ തൈറോയിഡിന്റെ എൻലാർജ് ഉണ്ട്. ഈ ഗ്രേവ്സ് ഡിസീസിലും ഗോയിറ്റർ വരുന്നുണ്ട്, തൈറോയ്ഡ് എൻലാർജ് ചെയ്യുന്നുണ്ട്. തൈറോയ്ഡ് എൻലാർജി പക്ഷെ നിർബന്ധമില്ല, ചിലപ്പോൾ തൈറോയ്ഡ് എൻലാർജിയും വിത്തൗട്ട് ഗോയിറ്ററിനാണ് ഗ്രേവ്സ് ഡിസീസ്. പിന്നെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ പിന്നെ സർജറിയിൽ വരുന്നത് അപ്പൊ പറയും. പിന്നെ സോളിറ്ററി മോണോനോഡുലാർ ഗോയിറ്റർ അല്ലെങ്കിൽ സോളിറ്ററി തൈറോയ്ഡ് അഡിനോമിയ, അത് സർജറി പറയും. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ തൈറോയിഡൈറ്റിസ്, അത് ട്രാൻസിയന്റ് തൈറോയിഡൈറ്റിസ് എന്നറിയാം. ഇതിൽ സംഭവിക്കുന്ന വെച്ചാൽ സബ്അക്യൂട്ട് അല്ലെങ്കിൽ ഡീക്യുറാവിയൻസ് തൈറോയിഡൈറ്റിസും ഉണ്ട്, പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസും ഉണ്ട്. ഇത് രണ്ടും ശരിക്കും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കും, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കും. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഡീകോർവിൻ സിൻഡ്രോം എന്ന് പറയുന്നത് സാധാരണ വരുന്നതെന്ന് വെച്ചാൽ ഈ പോസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ, അതായത് മംസ് അതുപോലെ തന്നെ അഡിനോ വൈറസ് ഇൻഫെക്ഷൻ ഒക്കെ ശേഷം അല്ലെങ്കിൽ ചില ഡ്രഗ്സ് ലിഥിയം പോലത്തെ ഡ്രഗ്സ് ഒക്കെ കോസ് ചെയ്യുന്നത്. അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ തൈറോയ്ഡ് ഹോർമോണിലെ ഫോളിക്കിൾസിന്റെ തൈറോയിഡിന്റെ സിന്തസിസും അതുപോലെ തന്നെ സിന്തസിസ് കുറക്കും. പക്ഷെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ച തൈറോയ്ഡ്, അതായത് കൊളോയിഡിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ച തൈറോയ്ഡ് ഹോർമോണിന്റെ സെക്രീഷൻ കൂട്ടും. അപ്പൊ ആദ്യം ഓൾറെഡി ഉണ്ടാക്കി വെച്ച തൈറോയ്ഡ് മൊത്തം ഒന്നായിട്ട് അങ്ങ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് ആദ്യം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവും. ഹൈപ്പർ തൈറോയിഡിസം കേസാണ് ആദ്യമായിട്ട് ഉണ്ടാവുക.
പിന്നെ അതൊക്കെ റിലീസ് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നത്തെ ഫേസിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കും. അപ്പൊ ആദ്യം ഹൈപ്പർ തൈറോയിഡിസം പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കും. ഇത് ട്രാൻസിയന്റ് ആയിട്ട് നടക്കുന്ന പെട്ടെന്ന് താനെ മാറിക്കോളൂ. ഈ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഈ ഹൈപ്പർ തൈറോയിഡിസ് ഉള്ള സമയം ഹൈപ്പോ തൈറോയിഡിസം എപ്പാന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ T3 T4 ലെവൽ നോക്കിയിട്ട് പ്രൊപ്പനലോളോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ ലിവോ തൈറോക്സിനോ കൊടുക്കണം. പിന്നെ ഇതിൽ ആന്റി തൈറോയിഡ് ഡ്രഗ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ആന്റി തൈറോയിഡ് ഡ്രഗ് എന്ന് വെച്ചാൽ ഈ തൈറോയിഡ് ഹോർമോൺസിന്റെ സിന്തസിസ് ആണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സിന്തസിസ് എന്തായാലും ഓൾറെഡി പോയി കിടക്കാണല്ലോ, ഉള്ള സെക്രീഷൻ അല്ല കൂടുന്നത്. അപ്പോൾ പ്രൊപ്പനോൾ അതിന്റെ സിംറ്റംസ് റിലീസ് ചെയ്താൽ മതി പ്രൊപ്പനോൾ കൊടുത്തിട്ട്. അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ ലിവോ തൈറോക്സിൻ കൊടുക്കാം. പോസ്റ്റ് പാർട്ടം ഹൈപ്പർ തൈറോയിഡിസം അതേപോലെ തന്നെയാണ്. ഇവിടെ ജസ്റ്റ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ ആയിട്ട് പോസ്റ്റ് പാർട്ടം, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 12 മാസം വരെ ഇതിന്റെ റിസ്ക് കൂടുതലായിരിക്കും. ആദ്യം ഹൈപ്പർ തൈറോയിഡിസം വരും, പിന്നെ അതിന്റെ സെക്രീറ്റ് ചെയ്ത ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ട് മൊത്തം തൈറോയ്ഡ് ഹോർമോണും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പോ തൈറോയിഡിസം വരും. പിന്നെ അയഡിൻ ഇൻഡ്യൂസ്ഡ് ഉണ്ട്, അതായത് അമിയോഡോറോൺ എന്ന് പറഞ്ഞ ഡ്രഗ്. ഈ അമിയോഡോറോൺ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടതാണ്. ഇത് ശരിക്കും ഒരു ആന്റി അരിത്മിക് ഡ്രഗ് ആണ്. പക്ഷെങ്കിൽ ആന്റി അരിത്മിക് ഡ്രഗ് ആണ് അമിയോഡോറോൺ. പക്ഷെങ്കിൽ അതിൽ ഇഷ്ടം പോലെ അയഡിനും ഉണ്ടാവും, ഈ T4 അനലോഗും ആണ്. അപ്പോൾ ഇഷ്ടം പോലെ അയഡിൻ ഉള്ളതുകൊണ്ട് ഇത് അയഡിന് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാക്കാം. അതിന് പറയുന്നവരാണ് ജോഡ് ബേസ്ഡോ എഫക്ട്. ജോഡ് ബേസ്ഡോ എഫക്ട് എന്ന് വെച്ചാൽ അയഡിൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അമിയോഡോറോൺ എന്ന് പറഞ്ഞാൽ T4 അനലോഗാണ്. അപ്പൊ T4 അനലോഗ് ആയതുകൊണ്ട് T4 കൂടുന്നത് കൊണ്ട് പെരിഫറൽ ഡിഅയോഡിനേഷൻ ഇല്ല. അപ്പോൾ പെരിഫറൽ ഡിഅയോഡിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇതിന്റെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ വഴി T4 അനലോഗ് ആയതുകൊണ്ട് പെരിഫറൽ ഡിഅയോഡിനേഷൻ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കും. അത് രണ്ടും ഉണ്ടാക്കും അമിയോഡോറോൺ എന്ന് പറയുന്നത്. പിന്നെ റേഡിയോഗ്രാഫിക് കോൺട്രാസ്റ്റ് മീഡിയ, എന്തെങ്കിലും എക്സ്റേ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് മീഡിയ നമ്മൾ കൊടുക്കും. അപ്പോഴും ഈ ജോഡ് ബേസ്ഡ് എഫക്റ്റ് വഴി തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാകാം. അല്ലെങ്കിൽ അയഡിൻ സപ്ലിമെന്റേഷൻ പ്രോഗ്രാം, അതായത് അയഡൈസ്ഡ് സാൾട്ട് ഒക്കെ കൊടുക്കില്ല അയഡിൻ ലോ ആയിട്ടുള്ള പോപ്പുലേഷനിൽ, അന്നേരവും ചിലപ്പോൾ അയഡിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഈ തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാവാം. പിന്നെന്ന് വെച്ചാല് എക്സ്ട്രാ തൈറോയിഡ് ആയിട്ടുള്ള സോഴ്സസ് ഒന്നിക്കണ്ട ഫെസിലീഷ്യസ് തൈറോയ്ഡ് ടോക്സിക്കോസിസ് ആവാം. ഇത് പറയാന്ന് വെച്ചാൽ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഓവറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ലിവോ തൈറോക്സിൻ അധികമായിട്ട് കൊടുത്താൽ നമുക്ക് തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ചില ഹോമിയോപ്പതി അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻ ഉണ്ട് തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാക്കുന്ന. അതെന്താന്ന് വെച്ചാൽ അവർ വണ്ണം കുറക്കാനാണെന്ന് പറഞ്ഞിട്ട് ലിവോ തൈറോക്സിൻ കൊടുക്കും. ഈ തൈറോയിഡിസത്തിന്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് വെയിറ്റ് ലോസ്. അപ്പോൾ വണ്ണം കുറയൂ, കൂടാതെ തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാകും. കാരണം ലിവോ തൈറോക്സിൻ കൂടുന്നത് കൊണ്ട് തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാവും. ഇതിൽ അല്ലെങ്കിൽ ചിലപ്പോ ഈ ബീഫിന്റെ മീറ്റ് ഒക്കെ ഉണ്ടാവും. അതിൽ ബീഫിന്റെ തൈറോയ്ഡ് ഗ്ലാൻഡോട് കൂടെയുള്ള ബീഫ് മീറ്റ് ഒക്കെ കഴിച്ചാലും ഈ ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ലിവോ തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നത് കൊണ്ട് അതിന് പറയുന്നവരാണ് ഫെസിലീഷ്യസ് തൈറോയ്ഡ് ടോക്സിക്കോസിസ്. പിന്നെ വേറൊന്ന് സ്ട്രൂമ ഓവറി. സ്ട്രൂമ ഓവറി എന്ന് വെച്ചാൽ ഓവറിയിൽ വരുന്ന ഒരു ടെറട്ടോമിയ. അപ്പൊ ടെറട്ടോമിയുടെ എല്ലാ ടൈപ്പ് സെൽസും കാണുമല്ലോ, എല്ലാ ടൈപ്പ് ടിഷ്യൂസും കാണുമല്ലോ. ഇതിൽ കാണുന്നത് വെച്ചാൽ സ്ട്രൂമ ഓവറി കാണുന്നത് 50% കൂടുതലും ഈ ടെറട്ടോമൽ ഉണ്ടാവുക ഈ തൈറോയ്ഡ് സെൽസ് ആണ്, തൈറോയ്ഡ് ടിഷ്യൂസ് ആണ്. അപ്പോ ഈ ഓവറിന് ആ ട്യൂമറിന് സ്വാഭാവികമായിട്ടും തൈറോയ്ഡ് ഹോർമോൺ സിന്തസിസ് ചെയ്തിട്ട് തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാവാം. പിന്നെ TSH ഇൻഡ്യൂസ്ഡ്, അതായത് സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി അഡിനോമ ഒക്കെ ഉണ്ടായിട്ട് സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവാം. അല്ലെങ്കിൽ കോറിയോ കാർസിനോമ ഹൈഡാറ്റിഡോഫോം മോളിൽ എങ്ങനെയാ തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാകുന്നത് വെച്ചാൽ ഇത് β-HCG കൂടുതലായിട്ട് കൂട്ടും. അപ്പൊ β-HCG ഒരു TSH ലൈക്ക് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ β-HCG പോയിട്ട് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് T3 T4 കൂട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫോളിക്കുലർ കാർസിനോമ, തൈറോയ്ഡ് കാർസിനോമ, ഫോളിക്കുലർ ടൈപ്പ് ഓഫ് തൈറോയ്ഡ് കാർസിനോമയും ഹൈപ്പർ തൈറോയിഡിസം തൈറോയ്ഡ് ടോക്സിക്കോസിസ് ഉണ്ടാക്കും. മാറാട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം, സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം, ഇവിടെ പ്രൈമറി തൈറോയ്ഡ് ടോക്സിക്കോസിസ്, സെക്കൻഡറി തൈറോയ്ഡ് ടോക്സിക്കോസിസ് അവരാണ്. ഈ പ്രൈമറി തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്ന് വെച്ചാൽ ഈ തൈറോയ്ഡ് അലർജി, അതായത് ഗോയിറ്ററും
തൈറോടോക്സിക്കോസിസും സൈമൾട്ടേനിയസ് ആയിട്ട് വരുമെങ്കിൽ പ്രൈമറി തൈറോടോക്സിക്കോസിസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ഗ്രേവ്സ് ഡിസീസ്. ഈ സെക്കൻഡറി തൈറോടോക്സിക്കോസിസ് എന്ന് വെച്ചാൽ ഒരു ലോങ് സ്റ്റാൻഡിങ് ഗോയിറ്റർ ആയിട്ട് അതിന് സെക്കൻഡറി ആയിട്ട് തൈറോടോക്സിക്കോസിസ് എന്ന് ഗോയിറ്റർ കുറെ കാലം ഉണ്ടാവും, പിന്നെ തൈറോയിഡിന്റെ ഹൈപ്പർ തൈറോയിഡിന്റെ സിംറ്റം ഒക്കെ പിന്നെ കാണാം. അതിന് പറയുന്നതാണ് സെക്കൻഡറി തൈറോടോക്സിക്കോസിസ്. അതിന്റെ എക്സാമ്പിൾ ടോക്സിക് മോണോനോഡുലാർ ഗോയിറ്റർ. ഈ പ്രൈമറി തൈറോടോക്സിക്കോസിസ് കൂടുതലായിട്ട് ന്യൂറോളജിക്കൽ സിംറ്റംസ് ഉണ്ടാവും, അതായത് റെസ്റ്റ്ലെസ്നെസ്, ആങ്സൈറ്റി, ഇൻസോംനിയ അങ്ങനത്തെ ഒക്കെ. ഈ സെക്കൻഡറി തൈറോടോക്സിക്കോസിസ് ആണെങ്കിൽ കൂടുതലായിട്ടും കാർഡിയോവാസ്കുലർ മാനിഫെസ്റ്റേഷൻ, അതായത് ഹൈപ്പർ ടെൻഷന്, ഹാർട്ട് റേറ്റ് കൂടുക, പിന്നെ അരിത്മിയാസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഗ്രേവ്സ് ഡിസീസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള കോസ് ഈ തൈറോടോക്സിക്കോസിന്റെ. ഈ ഗ്രേവ്സ് ഡിസീസ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. എന്റെ പത്ത് ഞാൻ പറയാം. ഈ ഇതിൽ ഗോയിറ്റർ കാണാം, ഗോയിറ്റർ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിലാണ്. നമ്മൾ എക്സലൊക്കെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ഫീമെയിൽ ആയിട്ടാണ് കാണിക്കുക. പിന്നെ 30 to 50 ഇയർ ഓൾഡ് ആണ് നോർമലായിട്ട് വരിക. പിന്നെ ഈ ഗ്രേവ്സ് ഡിസീസിന്റെ കൂടെ ഒഫ്താൽമോപ്പതി ഉണ്ടാവാം, ടിബിയൽ മിക്സഡിമ ഉണ്ടാവാം. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിന്റെ പാത്തോഫിസിയോളജി. ഇതിൽ ആക്ച്വലി ഇതൊരു അൺയൂഷ്വൽ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്നറിയാം. കാരണം ഇതിൽ TRAB, അതായത് തൈറോയ്ഡ് റിസപ്റ്റർ ആന്റിബോഡി, അല്ലെങ്കിൽ LATS എന്നറിയാം, അതായത് ലോങ് ആക്ടിങ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ആന്റിബോഡി വന്നിട്ട് ഫോളിക്കിൾസിലെ TSH റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സാധാരണ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിലൊക്കെ ആന്റിബോഡി പോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് സെല്ലിനൊക്കെ നശിപ്പിക്കൊക്കെ ചെയ്യുക. ഇത് നേരെ പോയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ TSH റിസപ്റ്ററിനെ പോയി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ ഫോളിക്കിൾസിന്റെ പ്രൊലിഫറേഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ T3 T4 സിന്തസിസും കൂട്ടും. അങ്ങനെ T3 T4 കൂടിയിട്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനൊരു അൺയൂഷ്വൽ ഹൈപ്പർ ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ജനറ്റിക് പ്രീഡിസ്പോഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കാണാം, അതായത് HLA-D8 ജീനുള്ളവര്, അല്ലെങ്കിൽ HLA-DR3 ഉള്ളവര്, അല്ലെങ്കിൽ HLA-DQ-A1-501 ഉള്ളവര്, ഇവർക്കൊക്കെ സസെപ്റ്റബിൾ ആണ് ഈ ഡിസീസ്. പിന്നെ ചിലർക്ക് ഇത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ജീനോം ഉണ്ട്, അതായത് HLA-DRB1-701. ഇവർക്ക് ഇത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ജീനോമാണ്. ഇവർക്ക് ഗ്രേവ്സ് ഡിസീസ് വരാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഈ ഗ്രേവ്സ് ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസ് ഉണ്ട്. ഈ ഡിസീസിന്റെ കൂടെ ഗ്രേവ്സ് ഡിസീസ് കാണാം. അതായത് GDAMB എന്നാണ് എന്റെ ന്യൂമോണിക്ക്, വിറ്റിലോ വര, ഡയബറ്റിസ് മെലിറ്റസ് ടൈപ്പ് 1, അഡിസൺ ഡിസീസ് കാണാം, മയസ്തീനിയ ഗ്രാവിസിൽ കാണാം, പെർണീഷ്യസ് അനീമ. ഇതൊക്കെ ഇതിന് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സിൻഡ്രോംസ് ആണ്. പിന്നെ പറയുന്നത് വെച്ചാല് ഗ്രേവ്സ് ഒഫ്താൽമോപ്പതി. ഇത് സിഗരറ്റ് സ്മോക്കേഴ്സിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ റിസ്ക് ഫാക്ടറാണ്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാല് ഓർബിറ്റലിലെ ഫൈബ്രോബ്ലാസ്റ്റ്, അത് ഈ ഓർബിറ്റൽ എക്സ്ട്രാക്കുലർ മസിൽസിന്റെ അകത്തൊക്കെ കാണാം. ഈ ഫൈബ്രോബ്ലാസ്റ്റ് അതിന്റെ അകത്ത് പോയിട്ട് ഈ പറഞ്ഞ ആന്റിബോഡി പോയിട്ട് ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ടാക്കും. ആന്റിബോഡി ഓർബിറ്റൽ ഫൈബ്രോബ്ലാസ്റ്റിനെതിരെ ഉണ്ടാക്കും. അപ്പോ ഓർബിറ്റൽ ഫൈബ്രോബ്ലാസ്റ്റിന്റെ പൊലിഫറേഷനും അത് ഗ്ലൈക്കോസെമിന ഗ്ലൈക്കൻ അല്ലെങ്കിൽ ഹയാലുറോണിക് ആസിഡിന്റെ സെക്രീഷനും കൂട്ടും. അപ്പൊ ഇത് കൂട്ടിയിട്ട് എഡിനിയും അവിടെ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് ഈ എക്സ്ട്രാ ഒക്കുലാർ മസിൽസ് ഒന്ന് വലുതാവും. എക്സ്ട്രാ ഒക്കുലാർ മസിൽസ് ഒക്കെ ഇങ്ങനെ സ്വെല്ല് ചെയ്ത് കിടക്കണം. അപ്പൊ അത് കാരണം കുറച്ച് ഡിസീസ് ഉണ്ടാവും. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് എഫക്ട് ചെയ്യുന്ന എക്സ്ട്രാ ഒക്കുലാർ മസിൽ എന്ന് വെച്ചാൽ ഇൻഫീരിയർ റെക്ടസ് മസിലാണ്. അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മസിലൊക്കെ സ്വെല്ല് ചെയ്തിട്ട് കണ്ണിന് അങ്ങോട്ട് മുന്നോട്ടേക്ക് തള്ളും. ഈ ആന്റീരിയർ ഡിസ്ലൊക്കേഷന് അതിനെ പറയാൻ നേരാണ് പ്രോപ്റ്റോസിസ്, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള പ്രോപ്റ്റോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സോഫ്താൽമോസ് എന്ന് പറയും. പിന്നെ ലിഡ് ലാഗ്, അതായത് അപ്പർ ഐലിഡ് ഉണ്ടാവില്ല, ഇവിടെ ഒരു അപ്പർ ഐലിഡ് ഇല്ല, അപ്പർ ഐലിഡിന്റെ മുള്ളർ മസിൽ, അതായത് ലിബറൽ പാൽപ്പബിൾ സുപ്പീരിയോറിസിന്റെ സ്പാസം കാരണം ലിഡ് അങ്ങോട്ട് മേലോട്ടേക്ക് പോകും, അതായത് ലിഡ് റിട്രാക്ഷൻ കാണിക്കും. അതുപോലെ തന്നെ സാധാരണ നമ്മൾ അപ്പർ ഐലിഡ് ഒരു ഈ കോർണിയന്റെ മേലുള്ള 1/6 പൊസിഷനിലൊക്കെയാണ് അപ്പർ ഐലിഡ് സാധാരണ നോർമൽ ആയിട്ട് പൊസിഷൻ ഉണ്ടാവുക. അപ്പൊ അത് നേരെ മേലോട്ട് പോയിട്ട് ലിഡ് മേലെ പോയിക്കും. അപ്പൊ പിന്നെ ഈ ബ്ലിങ്കിങ് റേറ്റ് കുറയും, അതായത് മസിൽസിന്റെ ഒക്കെ ശ്വാസം കൊണ്ടൊക്കെ ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റ് ഒക്കെ കുറയും. കണ്ണിങ്ങനെ ഇപ്പൊ ഒരു സ്റ്റെയർ ചെയ്ത അപ്പിയറൻസ് ഉണ്ടാവുക, സ്റ്റെയറിങ് അപ്പിയറൻസിലാണ് കണ്ണപ്പം ഉണ്ടാവുക. പിന്നെ വെച്ചാൽ ഇങ്ങനെ കണ്ണിങ്ങനെ പുറത്തെപ്പോ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നതുകൊണ്ട് ബ്ലിങ്കിങ് റേറ്റ് ഒക്കെ കുറയുന്നതുകൊണ്ട് ഈ എക്സ്പോഷർ കെററ്റൈറ്റിസും അതുപോലെ തന്നെ കൺജക്റ്റീവൽ കീമോസിസ് ഇതിനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്.
പിന്നെ ഇതിന് കുറെ ഇതിന്റെ സയൻസിനൊക്കെ കുറെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാ പറയുന്നത്. ആദ്യം സ്റ്റെൽവാക് സൈൻ എന്ന് വെച്ചാൽ അബ്നോർമൽ ബ്ലിങ്കിങ് റേറ്റ് കുറയും. എന്നിട്ട് ഈ കണ്ണപ്പം ഇങ്ങനെ തുറച്ചു നോക്കിയാൽ സ്റ്റെയറിംഗ് അപ്പിയറൻസിലുണ്ടാവുക എപ്പോഴും കണ്ണ്. അതിന് സ്റ്റെൽവാക് സൈൻ എന്നറിയാം. പിന്നത്തെ വോൺ ഗ്രേഫി സൈൻ എന്ന് വെച്ചാൽ ലിഡ് ലാഗ്. അതായത് നമ്മൾ കണ്ണ് താഴോട്ടേക്ക് നോക്കുമ്പോൾ പേഷ്യന്റ് നമ്മൾ ഫിംഗർ താഴോട്ട് വെച്ചിട്ട് നമ്മൾ ഫിംഗറിലേക്ക് നോക്കാൻ പറയാം. അപ്പൊ താഴോട്ട് നോക്കുമ്പോൾ ഐബോളിന്റെ മൂവ്മെന്റിന്റെ കൂടെ തന്നെ ഈ അപ്പർ ഐലിഡിന്റെ മൂവ്മെന്റ് പോകുന്നുണ്ടോ നോക്കാം. അപ്പൊ ഇവർക്ക് എന്ന് വെച്ചാൽ വോൺ ഗ്രേഫി സൈൻ എന്ന് വെച്ചാൽ ഈ അപ്പർ ഐലിഡ് ലാഗ് ചെയ്ത് അത് മേലെ തന്നെ കിടക്കും, ഐബോൾ താഴോട്ടേക്ക് പോകും. ആണ് വോൺ ഗ്രേഫി സൈൻ. പിന്നെ ജോഫ്രോയ് സൈൻ, അതായത് നമ്മൾ മേലോട്ടേക്ക്, അതായത് അപ്പർ ഐബ്രോസ് മേലോട്ടേക്ക് പൊക്കുമ്പോൾ പിന്നെ ഫോർഹെഡിൽ വ്രിങ്കിൾസ് ഉണ്ടാവും സാധാരണ ആൾക്കാർക്ക്. പക്ഷെ ഇവർക്ക് ഈ വ്രിങ്കിളിങ് ആബ്സെന്റ് ആയിരിക്കും ജോഫ്രോയ് സൈനിൽ. ഈ മോബിയസ് സൈൻ എന്ന് വെച്ചാൽ ഐബോളിന്റെ കൺവേർജൻസ് കുറയും. എന്ന് വെച്ചാൽ നമ്മളെ രണ്ടയ്യും ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ രണ്ടയ്യും ഇങ്ങനെ ഒബ്ജക്റ്റിലേക്ക് കൺവേർജ് ചെയ്യും. അതിന്റെ മസിൽസിന്റെ ആക്ഷൻ കാരണം ഇതിന്റെ കോർണിയ, ഇതിന്റെ ഐബോൾ ഇങ്ങോട്ടേക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെറ്റിനിന്റെ ഏരിയയിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒന്നായിട്ട് കാണുന്നത്. പക്ഷെ ഇവർക്ക് എന്ന് വെച്ചാൽ ചില മസിൽസ് പാരലൈസ്, ചില യൂണിലാറ്ററൽ ആയിട്ട് ചില മസിൽസ് ഒക്കെ പാരലൈസ് ആയി പോയിട്ട് ഇതിന്റെ കൺവേർജൻസ് നഷ്ടപ്പെട്ട് ചിലപ്പോൾ ഈ ഒബ്ജക്റ്റിനെ ഇവിടെയൊക്കെ കാണാം. അപ്പൊ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് കാണും, ഡിപ്ലോപ്പിയ കാണും. ഇങ്ങനെ കൺവേർജൻസ് നഷ്ടപ്പെടുന്നതിന് പറയുന്നവരാണ് മോബിയസ് സൈൻ. പിന്നെ നാഫ്റ്റിംഗർ സൈൻ എക്സോഫ്താൽമോസ് അല്ലെങ്കിൽ പ്രോപ്റ്റോസിസ്, കണ്ണ് മുമ്പോട്ടേക്ക് തള്ളി വരാം, പ്രൊട്രൂഷൻ ഓഫ് ഐബോൾ. പിന്നെ ഡാൽസിംഗ് സൈൻ എന്ന് വെച്ചാൽ അപ്പർ ഐലിഡ് റിട്രാക്ഷൻ, അപ്പർ ഐലിഡ് മേലോട്ടേക്ക് റിട്രാക്ട് ചെയ്ത, അത് മുള്ള മസിൽസിന്റെ സ്പാസം കാരണം അപ്പർ ഐലിഡ് മേലോട്ടേക്ക് പോകും. പിന്നെ ഈ തൈറോയ്ഡ് ഒഫ്താൽമോപ്പതിന്റെ മാത്രം ട്രീറ്റ്മെന്റ് പറയുന്നത്. തൈറോയിഡിന്റെ ഗ്രേസ് ഡിസീസിന്റെ മൊത്തം ഞാൻ പറഞ്ഞില്ല, കാരണം എന്റെ ഈ തൈറോടോക്സിക്കോസിന്റെ സിംറ്റംസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ എനിക്ക് ഗ്രേസ് ഡിസീസിന്റെ മൊത്തം ട്രീറ്റ്മെന്റ് വന്നിട്ട് ഞാൻ പറയാം. ഇതെന്ന് വെച്ചാൽ സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ് ഞാൻ പറഞ്ഞത് ഒഫ്താൽമോപ്പതിന്റെ. അപ്പൊ സ്മോക്കിംഗ് സൊസൈറ്റി ചെയ്യണം. മൈൽഡ് കേസ് ഒക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല, ചില സപ്പോർട്ടീവ് കെയർ ഒക്കെ കൊടുത്താൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്താൽ മതി. അപ്പോൾ മൈൽഡ് ആണെങ്കിൽ സ്മോക്കിംഗ് സൊസൈറ്റി ചെയ്യുക. ഹെഡ് എലവേഷൻ, അതായത് അവിടെ എഡിമൊക്കെ കുറക്കാൻ വേണ്ടി ഹെഡ് അപ്പോൾ എലവേറ്റ് ചെയ്തെടുക്കാൻ പറയാം. പിന്നെ കോൾഡ് കംപ്രഷൻ, അതായത് വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുമല്ലോ കോൾഡ് കംപ്രഷൻ, അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് എഡിമ കുറയും. പിന്നെ ആർട്ടിഫിഷ്യൽ ടീയേഴ്സ് കൊടുക്കുക, അതായത് കണ്ണപ്പം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ കണ്ണിലേക്ക് സ്കീമോസിസും അതുപോലെ തന്നെ കെറട്ടൈറ്റിസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ടീയർ ഡ്രോപ്സ് കൊടുക്കാം. പിന്നെ പ്രിസംസ്, അതായത് ഡിപ്ലോപ്പിയ ഉണ്ടെങ്കിൽ അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസംസ് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടി സിവിയറായിട്ട് ഡിസീസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സ്റ്റിറോയിഡ്സ് കൊടുക്കാം, ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോ സപ്രസന്റ് അതാത്തയപ്രിന് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് റേഡിയോ തെറാപ്പി ചെയ്യാം. ഇതൊന്നും ഇതായിട്ടില്ലെങ്കിൽ വളരെ സിവിയർ ആണെങ്കിൽ നമുക്ക് ഓർബിറ്റൽ ഡീകംപ്രഷൻ ചെയ്യാം. ഓർബിറ്റൽ ഡീകംപ്രഷൻ എന്ന് വെച്ചാൽ ഓർബിറ്റിന്റെ ഏതെങ്കിലും വാള്, അതായത് മീഡിയൽ വാളോ ഫ്ലോറോ ഏതെങ്കിലും ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് എക്സസൈസ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ എക്സ്ട്രാക്കുലർ മസിൽ സർജറി ചെയ്ത ഏതെങ്കിലും എക്സ്ട്രാക്കുലർ മസിലിനെ എക്സസൈസ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഐലിഡ് സർജറി, അതായത് ഐലിഡിലുള്ള മുള്ളർ മസിൽസ് ഇലവേറ്റർ പാർട്ടബേഴ്സ് പീരിയോഡിസ് ഒക്കെ എടുത്തു കളയാം. പിന്നെ പ്രീ ടിബിയൽ മിക്സഡിമ നേരത്തെ പറഞ്ഞ സെയിം പാത്തോഫിസിയോളജി ആണ്. അവിടെയുള്ള ഫൈബ്രോബ്ലാസ്റ്റിനെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ഹൈലൂറോണിക് ആസിഡ് ഒക്കെ കൂടിയിട്ട് അവിടെ എഡിമ ഉണ്ടാക്കുന്നത്. ഇത് പിങ്ക് അല്ലെങ്കിൽ പർപ്പിൾ പ്ലാക്സ് ആണ് ആന്റി റെസ്പെക്ട് ഓഫ് ദി ഫൂട്ടില്. ആന്റി റെസ്പെക്ട് ലെഗില് ചിലപ്പോൾ ഡോസ് ഓഫ് ദി ഫൂട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കാം. കുറച്ചുകൂടി സിവിയർ ആയി കഴിഞ്ഞാൽ ഇച്ചിങ് ഉണ്ടാവാം, പൗഡി ഓറഞ്ച് അപ്പിയറൻസ് ഒക്കെ കാണാം. സാധാരണ കേസിലാണെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. സിവിയർ ആയി കഴിഞ്ഞാൽ ടോപ്പിക്കൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കൊടുക്കാം. പിന്നെ ഈ തൈറോടോക്സിക്കോസിന്റെ ക്ലിനിക്കൽ ഫീച്ചർ, ഇതിന്റെ ഈ ജനറൽ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ലോസ് വിത്ത് ഗുഡ് അപ്പറ്റൈറ്റ്, അതായത് നല്ലോണം ഫുഡ് കഴിക്കുമെങ്കിലും നല്ലോണം വിശപ്പൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുമെങ്കിലും വെയിറ്റ് ലോസ് ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ മെറ്റബോളിസം കൂടുതലാണ്. പിന്നെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂടുതലായതുകൊണ്ട് ഡയറിയ, കഴിക്കുന്ന ഫുഡൊക്കെ ഡയറി ചെയ്തിട്ട് ആ വഴി പോവും. അല്ലെങ്കിൽ അതെന്തെങ്കിലും അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റബോളിസം കൂടിയിട്ട് അതും പോവും. അപ്പോൾ ഭക്ഷണം എത്ര കഴിച്ചാലും വെയിറ്റ് ലോസ് ഉണ്ടാവാം. പിന്നെ ഹീറ്റ് ഇൻടോളറൻസ്, മെറ്റബോളിസം കൂടുന്നതുകൊണ്ട് ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും. അപ്പൊ അത് ഹീറ്റിന്റെ സമയത്ത് ചൂടുള്ള സമയത്ത് ഇൻടോളറൻസ് ഉണ്ടാവും. കോൾഡ് ആണെങ്കിൽ കുഴപ്പമില്ല, എക്സസീവ് ആയിട്ടുള്ള സെറ്റിംഗ് ഉണ്ടാവും മെറ്റബോളിസം കൂടുന്നതുകൊണ്ട്. പിന്നെ ഓരോ സിസ്റ്റത്തിൽ എങ്ങനെ അഫക്ട് ചെയ്ത് നോക്കാം. നെർവസ് സിസ്റ്റം സിംറ്റംസ് കൂടുതലായിട്ട് കാണുന്നത് പ്രൈമറി തൈറോടോക്സിക്കോസിസ്.
അതിൽ ഇറിറ്റബിലിറ്റി ഉണ്ടാവും, അതായത് എക്സൈറ്റ് നെർവസ് സിസ്റ്റത്തിനെ മൊത്തമായിട്ട് എക്സൈറ്റ് ചെയ്യും. അപ്പൊ ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഇൻസോംനിയ ഉണ്ടാവും, റിഫ്ലക്സ് കൂടും, ഹൈപ്പർ റിഫ്ലക്സി ഉണ്ടാവും, ഫൈൻ ട്രെമർ ഉണ്ടാവും. ഇത് പാർക്കിൻസൺ പോലത്തെ പോസ്റ്റ് ട്രെമർ ഒന്നല്ല. പാർക്കിൻസൺസിന് പൈൽ റോളിംഗ് മൂവ്മെന്റ് ഒക്കെ അല്ല. ഇതിൽ ശരിക്കും പറഞ്ഞാല് ഈ കൈന്റെ എക്സ്റ്റൻസർ സർഫസിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഒക്കെ വെച്ചാൽ പേപ്പർ ഒക്കെ നീങ്ങുന്നതായിട്ടൊക്കെ കാണാം. എത്ര ഫൈൻ ആയിട്ടുള്ള ട്രെമർ അതിലുണ്ടാവും. പിന്നെ ചിലപ്പോൾ പ്രോക്സിമൽ മയോപ്പതി കാണാം, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഒക്കെ കാണാം ഈ നെർവസ് സിസ്റ്റത്തിൽ. പിന്നെ സീരിയസ് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ ട്രക്കികാർഡിയ കാണാം. അതായത് ആൽഫ റിസപ്റ്ററിലൊക്കെ ആക്ട് ചെയ്തിട്ട് ട്രക്കികാർഡിയ ഉണ്ടാക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. അതായത് സിസ്റ്റോളിക് പ്രഷർ കൂട്ടിയിട്ട് ഡയസ്റ്റോളിക് പ്രഷറിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ പൾസ് പ്രഷർ കൂട്ടും. സിസ്റ്റോളിക്കിന്റെ കൂടുതലും ഡയസ്റ്റോളിക് അത്ര ചേഞ്ച് ആകാണ്ടിരിക്കുമ്പോൾ പൾസ് പ്രഷർ കൂടും. പിന്നെ ഓക്സിജൻ ഡിമാൻഡ് കൂട്ടിയിട്ട് അൻജൈന ഉണ്ടാക്കും. അതുപോലെ തന്നെ പാൽപിറ്റേഷൻസ് കാണാം. അരിത്മിയും ട്രക്കികാർഡിയൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പാൽപിറ്റേഷൻ ഉണ്ടാവാം. പിന്നെ പെരിഫറൽ വാസോഡയലേഷൻ, അതായത് പെരിഫറൽ ടിഷ്യൂസിലൊക്കെ വാസോഡയലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പാമർ എരിത്തീം കാണാം. അതായത് പെരിഫറിയിലൊക്കെ വാമായിരിക്കും, ഹാൻഡൊക്കെ വാമായിരിക്കും. പിന്നെ ഇത് ആർട്ടിയൽ ഫിബ്രിലേഷൻ കാണാം, കാർഡിയാക് ഫെയിലർ കാണാം. കാർഡിയാക് ഫെയിലർ ഒക്കെ എൽഡർലി പേഷ്യൻസിനാണ്. പിന്നെ കാർഡിയാക് ഫെയിലർ വന്നു കഴിഞ്ഞാൽ പീഡലെഡിമ ഉണ്ടാവില്ല, ആംഗിൾ സ്വെല്ലിംഗ് കാണാം. പിന്നെ ഈ സ്ലീപ്പിംഗ് പൾസ് റേറ്റ് കൂടും. ഇതാണ് മോസ്റ്റ് റിലയബിൾ സൈൻ എന്ന് പറഞ്ഞാൽ, സ്ലീപ്പിംഗ് പൾസ് റേറ്റ് കൂടും. പിന്നെ ഔസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ S1 ലൗഡ് ആയിരിക്കും. മീൻസ് ലിയർമാൻ സ്ക്രാച്ച് എന്നറിയും. മീൻസ് ലിയർമാൻ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഒരു തരം മർമറ, അതായത് ഒരു മിഡ് സിസ്റ്റോളിക് മർമറ. അത് ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മീൻസ് ലെർമാൻ സ്ക്രാച്ച്. പിന്നെ GIT-യിലാണെങ്കിൽ ഹൈപ്പർ മോട്ടിലിറ്റിയും അതുപോലെ തന്നെ സെക്രീഷൻ ഒക്കെ കൂട്ടിയിട്ട് ഡയറിയ ഉണ്ടാവാം. പിന്നെ ഈ ഫാറ്റ് ഒക്കെ അത്യാവശ്യം ഡൈജസ്റ്റ് ചെയ്യാണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നില്ല. മോട്ടിലിറ്റി കൂടുമ്പോൾ അങ്ങനെ തന്നെ നേരെ അങ്ങ് പുറത്തേക്ക് പോകും, ഡൈജസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ സ്റ്റോറിയ ഉണ്ടാവാം, വൊമിറ്റിംഗ് ഉണ്ടാവാം. പിന്നെ മസ്കുലോസ്കൾട്ടൽ സിസ്റ്റത്തിലാണെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാം. ഓസ്റ്റിയോപോറോസിസ് ആയതുകൊണ്ട് ബോണി വീക്ക് ആയിട്ട് ഫ്രാക്ചറിന്റെ റിസ്ക് കൂടുതലാണ്. പിന്നെ ഹൈറ്റ് ലോസ് ഉണ്ടാവും, അതായത് എപ്പിഫേഷ്യൽ പ്ലേറ്റ് ക്ലോസർ മെച്ചർ പെട്ടെന്ന് എപ്പിഫേഷ്യൽ പ്ലേറ്റ് ക്ലോസ് ചെയ്തിട്ട് ലോസ് ഓഫ് ഹൈറ്റ് ഉണ്ടാവാം. പിന്നെ മസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവാം. ഈ മസിൽ വീക്ക്നെസ് ഒക്കെ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ ഐസൻസ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ലിഡ് ലാഗ് ഉണ്ടാകാം, ലിഡ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാം, പ്രോപ്റ്റോസിസ് ഉണ്ടാകാം, എക്സ്പോസിറ്ററി കാരറ്റൈറ്റിസും കീമോസിസും ലാക്രിമേഷനും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവാം. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് ഈ ഗ്രേസ് ഡിസീസ് ഫീമെയിൽസിനായതുകൊണ്ട് ഈ ഒലിഗോമെനോറിയ ഒക്കെ നമുക്ക് എസ് ഒക്കെ ഉണ്ടെങ്കിൽ എസ് അവന്മാർ എടുത്ത് പറയും. ഒലിഗോമെനോറിയ ഒക്കെ ഉള്ള സിംറ്റംസ് ഒക്കെ അവന്മാർ എടുത്ത് പറയും. ഒലിഗോമെനോറിയോ അമനോറിയോ ഒക്കെ ഉണ്ടാവാം. പിന്നെ ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാവാം. ഇത് ബോത്ത് മെയിൽസിലും ഫീമെയിൽസിലും ലോസ് ഓഫ് ലിബിഡോ ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കാണുന്ന മെയിൽസിലാണ്. പിന്നെ നമ്മൾ തൈറോയ്ഡ് ലോക്കൽ എക്സാമിനേഷനിൽ ഗോയിറ്റർ കാണാം. ഗോയിറ്റർ ഗ്രേസ് ഡിസീസ് ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ ഈ മൾട്ടി നോഡുലാർ ഗോയിറ്റർ അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ മൾട്ടി നോഡുലാർ ആയിട്ടുള്ള ഗോയിറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ സോൾറ്ററി നോഡുകൾ കാണാം. അങ്ങനത്തെ ഏതാ ഡിസീസിന് ആയിട്ടുള്ള ഗോയിറ്റർ ഉണ്ടാവും. പിന്നെ ഗ്രേസ് ഡിസീസിലാണെങ്കിൽ ബ്രൂട്ട് കാണാൻ പറ്റും, എന്ന് വെച്ചാൽ വാസ്കുലാർ മർമർ കേൾക്കാൻ പറ്റും. പിന്നെ ഇത് അതിന്റെ ഒരു പടമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, ഗുഡ് അപ്പറ്റൈറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, ഈറ്റിംഗ് ടോളറൻസ് ഉണ്ടാവും, ആൻസൈറ്റി ഇറിറ്റബിലിറ്റിയും പാസീവ് ആൻഡ് ട്രെമർ ഒക്കെ ഉണ്ടാവാം. പിന്നെ